എല്ലാവരും ഓണത്തിൻ്റെ തിരക്കിലായിരിക്കും. അപ്പോൾ ഞാനിങ്ങനെ പറയുന്ന ആക്ടിവിറ്റീസ് ഒക്കെ അതേ ദിവസം തന്നെ ചെയ്യണം എന്നല്ല, നിങ്ങൾക്ക് കൺവീനിയൻ്റ് ആയിട്ടുള്ള ടൈമിൽ ചെയ്യുന്നതാണ് നല്ലത്. നിങ്ങളുടെ തിരക്കൊക്കെ നോക്കിയിട്ട് നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ഈ ആക്ടിവിറ്റീസ് ഒക്കെ ചെയ്യാം. അപ്പോൾ ഇന്നത്തെ കുറച്ച് സെറ്റ് ഓഫ് ആക്ടിവിറ്റീസ് പറയുകയാണെങ്കിൽ നിങ്ങളുടെ ഹാൻഡ് റൈറ്റിംഗ് ഒന്ന് മെച്ചപ്പെടുത്താൻ വേണ്ടിയിട്ട്. അപ്പോൾ നമ്മുടെ എക്സാമിൻ്റെ മാർക്സിനൊക്കെ എഫക്റ്റ് ചെയ്യുന്ന വലിയൊരു ഫാക്ടറാണ് ഹാൻഡ് റൈറ്റിംഗ്. അപ്പോൾ ഹാൻഡ് റൈറ്റിംഗ് കുറച്ചും കൂടി നീറ്റ് ആക്കണം, നന്നാക്കണം എന്നൊക്കെയുള്ള ആഗ്രഹമുള്ളവർക്ക് എന്ത് ചെയ്യുക, നന്നായിട്ട് എഴുതി പഠിക്കാം. അപ്പോൾ കുറച്ച് ലൈൻസ് സ്പേസ് ഒക്കെ ഇട്ടിട്ട് നല്ലോണം പ്രാക്ടീസ് ചെയ്താൽ മാത്രമാണ് നിങ്ങൾക്ക് ഹാൻഡ് റൈറ്റിംഗ്. അതല്ല പെട്ടെന്ന് ഒരു ദിവസം പോയിട്ട് എക്സാം എഴുതുമ്പോൾ നിങ്ങൾക്ക് നല്ല ഹാൻഡ് റൈറ്റിംഗ് വരില്ല. അപ്പോൾ അതിന് എന്ത് ചെയ്യണം, പ്രാക്ടീസ് ചെയ്യണം. അപ്പോൾ നല്ലോണം ഹാൻഡ് റൈറ്റിംഗ് ആദ്യം ലൈൻസ് ഉള്ള ബുക്കിലൊക്കെ എഴുതിയിട്ട് പിന്നീട് അത് മാറ്റി എഴുതി പ്രാക്ടീസ് ചെയ്യാം. പിന്നെ നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്നത്, നിങ്ങൾക്കിപ്പോൾ ഓണം എക്സാം കഴിഞ്ഞപ്പോൾ തന്നെ കുറേ പോർഷൻസ് നിങ്ങൾ പഠിക്കാത്തതുണ്ട്. അപ്പോൾ ഇനി നമ്മുടെ സ്കൂളൊക്കെ തുറന്നു കഴിഞ്ഞാൽ അതിൻ്റെ ബാക്കിയായിട്ടുള്ള ഭാഗങ്ങളൊക്കെയാണ് പഠിപ്പിക്കുക. അപ്പോൾ നിങ്ങൾക്ക് എന്തെങ്കിലും കാര്യങ്ങൾ പഠിക്കാതെ അവിടെ മിസ് ചെയ്ത് പോയിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് അതവിടെ കിടക്കും, അതവിടെ ക്ലിയർ ആവാതെ കിടക്കും. അപ്പോൾ ആ ഒരു പഠിക്കാതെ പോയ കാര്യങ്ങൾ, നിങ്ങൾ എവിടേക്കോ എന്തൊക്കെയോ പഠിച്ചിട്ടില്ല, ആ കാര്യങ്ങളൊക്കെ എന്ത് ചെയ്യുക, പഠിച്ച് തീർക്കാനും കൂടെ ഉള്ളൊരു സമയമാണ്. പിന്നെ നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്നത്, നിങ്ങൾക്ക് ഹോളിഡേ ആയതുകൊണ്ട് അല്ലെങ്കിൽ വെക്കേഷൻ ആയതുകൊണ്ട് സ്കൂളിൽ നിന്ന് ചിലപ്പോൾ കുറച്ച് ഹോംവർക്ക് ഒക്കെ തന്നിട്ടുണ്ടോ, ഇത്ര ആക്ടിവിറ്റീസ് ഒക്കെ ചെയ്തിട്ട് വരണം, അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു വർക്കൊക്കെ ചിലപ്പോൾ തന്നിട്ടുണ്ടാവും. വെക്കേഷൻ കഴിഞ്ഞ് സ്കൂൾ തുറക്കുമ്പോൾ സബ്മിറ്റ് ചെയ്യേണ്ടതായിട്ടുള്ള കുറച്ച് വർക്കുകളൊക്കെ ഉണ്ടാവും. അപ്പോൾ അങ്ങനെ എന്തെങ്കിലും വർക്ക്സ് ഒക്കെ തന്നിട്ടുണ്ടെങ്കിൽ അതൊന്നും പെൻഡിങ് വെക്കാതെ, അതായത് സ്കൂൾ തുറക്കുന്നതിൻ്റെ തലേന്ന് വരെ കാത്തു നിൽക്കാതെ അതൊക്കെ പെട്ടെന്ന് തന്നെ ചെയ്ത് തീർക്കാൻ വേണ്ടി ചെയ്യാം. ഓക്കെ, ശ്രദ്ധിക്കാം. അപ്പോൾ ഈ 3 കാര്യങ്ങളാണ് അടുത്ത ആക്ടിവിറ്റീസ്. അപ്പോൾ ഇതൊക്കെ ഒന്ന് ചെയ്ത് നോക്കുക. യൂസ്ഫുൾ ആണെങ്കിൽ കമൻറ്റ് ചെയ്യുക, ഫ്രണ്ട്സിനൊക്കെ കൊടുക്കുക.